man. This is life. Kaivara Tataya temple ato. But definitely there is something special about this place. It's so soothing. Good afternoon guys, it's Cookie Nomad here. Welcome to another video. സമയം ഏകദേശം 4:30 ആകുന്നു. സൺഡേ ആഫ്റ്റർനൂൺ. ട്രാഫിക് ഉണ്ട്. നമ്മളിപ്പം സിറ്റിക്കകത്തുനിന്ന് സിറ്റിക്ക് പുറത്തേക്കുള്ള ഓൺ റൂട്ടിലാണ്. അപ്പം നമ്മളുള്ളത് ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞ ഹൈവേയിലേക്ക്, നമ്മുടെ തിരുപ്പതി പോകുന്ന ഹൈവേയിലാണുള്ളത്. കോലാർ തിരുപ്പതി ഹൈവേയിലാണുള്ളത്. ഹൈവേയിലെത്തുന്നു. അപ്പം ഇന്നിപ്പം ഒരു ഷോർട്ട് റൈഡാണ്. അഗൈൻ ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു 70 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ റൈഡ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് കൈവര തത്തയ്യ കേവ് ടെമ്പിൾ. അതായത് കൈവര തത്തയ്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പഴയ വളരെ ഈസ് പ്രൊമിനൻറ്റ് സെയിൻ്റ് ആയിരുന്നു പഴയ പുള്ളിക്കാരൻ്റെ പേരിലുള്ള ഒരു ടെമ്പിളാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഹൊസ്കോട്ടെ വഴി, അത് കഴിഞ്ഞ് ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകൻ്റെയും ആന്ധ്രേൻ്റെയും ബോർഡറിലുള്ള ഒരു താലൂക്കാണ്. അപ്പം അവിടെയാണ് നമ്മുടെ ഈ കൈവര തത്തയ്യ ടെമ്പിൾ ഉള്ളത്. നമുക്കിനി ഫ്യൂൽ ചെയ്യണം. പിന്നെ ഒരു മോസ്റ്റ് ഓഫ് ഒരു 70% റൂട്ട് നമുക്കറിയാം. നമ്മളപ്പം ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ബാംഗ്ലൂർ സിറ്റീൻ്റെ ബോർഡറാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കോലാർ പിന്നെ തിരുപ്പതിയൊക്കെ പോകുമ്പോഴൊക്കെ ഉള്ള ഒരു ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു എൻഡിലുള്ള ഒരു ചെറിയൊരു ടൗണാണ് ഈ കോലാർ എന്ന് ഈ ഹൊസ്കോട്ടെ എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹൊസ്കോട്ടെ ഏർലി മോർണിംഗ് ബിരിയാണിയൊക്കെ കൊടുക്കുന്ന ആ ഹൊസ്കോട്ടെ, സെയിം ഹൊസ്കോട്ടെ. അപ്പം നമ്മളവിടെ എത്തി. ഇനി നമുക്ക് ഹൊസ്കോട്ടെ അങ്ങാടി കുറച്ചുകൂടി ഇപ്പോൾ ഒരു ടോൾ ബൂത്ത് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ മുമ്പ് പോയി കഴിഞ്ഞാൽ അങ്ങാടി കഴിഞ്ഞ ഉടനെ നമുക്ക് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്ത് നമുക്ക് മദനപ്പള്ളി, ചിന്താമണി ആ റൂട്ടിലേക്ക് പോകണം. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കോലാർ, തിരുപ്പതി ആ ഒരു റൂട്ടാണ്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് നെക്സ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഹൊസ്കോട്ടെ ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞതുപോലെ അഗെയിൻ നമ്മൾ മദനപ്പള്ളി, ചിന്താമണി ആ റൂട്ടിലേക്കുള്ള ആ റൂട്ടാണിത്. നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് മേലക്കൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം പോകാറുള്ള കോലാർ ഹൈവേ ആണ്. അപ്പം ഇത് കോലാർ ഹൈവേൻ്റെ അത്രയും നല്ല ഹൈവേ അല്ല, എന്നാലും ഞാൻ മുൻപ് വന്നിട്ടുണ്ട് 2-3 തവണ. ബട്ട് നോട്ട് ബാഡ് റോഡ്സ്. ഇപ്പോൾ കുറച്ച് ദൂരം കുറച്ചൊരു ഇതേപോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണെങ്കിലും കുറച്ചുകൂടെ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള റോഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം മുൻപിൽ കാണാം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. ഓൾമോസ്റ്റ് ഇനി അങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ള ദൂരത്തിൻ്റെ ഒരു 80% ദൂരം ഇതേപോലെ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ഡീവിയേഷൻ ഉണ്ട്, കാണുന്നില്ലേ? H ക്രോസ് ചിന്താമണി മദനപ്പള്ളി. സമയം ഏകദേശം ഒരു 4:45 അപ്പം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു. നല്ല ഒരു സുഖമുള്ളൊരു വെയിലാണ് ഇപ്പം. പിന്നെ വ്യൂ കുറച്ചുകൂടി നല്ല ഈ ഒരു ഗോൾഡൻ ഹവേഴ്സിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എന്തായാലും ഇവിടുത്തെ വ്യൂ കാണാൻ പറ്റും നന്നായിട്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് പാടങ്ങളും അങ്ങനത്തെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് അപ്പം അതൊക്കെ പാട്ട് പാടി താഴത്ത് തുഴഞ്ഞങ്ങോട്ട് പോവാം. ലെറ്റ്സ് ബ്രിങ് ദ മ്യൂസിക്. 3, 2, 1. നമ്മളങ്ങനെ H ക്രോസ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ പോകാനുള്ളൂ. അപ്പാടെ 16-17 കിലോമീറ്റർ ഉള്ളു പോകാനായിട്ട്. സ്ട്രെയിറ്റ് തന്നെ. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നോ ട്രാഫിക് റൂൾസ് വാട്ട്സോഎവർ. ഓക്കെ, ലെറ്റ്സ് റെസ്യൂം ദ മ്യൂസിക് അഗെയിൻ. നമുക്കപ്പോൾ ഡീവിയേഷൻ എടുക്കാനുള്ള സമയം കേട്ടോ. ഈ ടൗണിൻ്റെ പേരെന്താ? കൈവര ആണ് തോന്നുന്നു. കൈവര തന്നെ. അപ്പോൾ നമ്മൾ ഹൈവേന്ന് ഡീവിയേഷൻ എടുത്തു. ഹൈവേന്ന് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്ത് കുറച്ച് മുമ്പേ കണ്ടതുപോലെ ഇനി നമുക്ക് മുമ്പോട്ടേക്ക് ഇനി 5 കിലോമീറ്ററാണ് പോകാനുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൈവര. ഇനി നമുക്ക്
ഇതേപോലത്തെ ചെറിയ റൂട്ടിലൂടെയാണ് പോകേണ്ടത്. റോഡ് നല്ല റോഡായിരുന്നു, പക്ഷേ നല്ല ട്രാഫിക്കായിരുന്നു. സൺഡേ ഈവനിങ് ആയത് കാരണം ട്രാഫിക് ഒന്നായതുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെ പറയണം, വേറെ ഒന്നും പറയാമല്ലോ. അതൊക്കെ ക്യാബേജ് അല്ലേ? യെസ്, ക്യാബേജ് കൃഷികൾ. നൈസ്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ ഗ്രാമത്തിനുള്ളിൽ കൂടെയുള്ള റോഡാണ്, ഒരു 5 കിലോമീറ്റർ റോഡാണ്. അപ്പം നമുക്ക് ഇതേപോലെ പതുക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ നോക്കിയാൽ എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. അതാ ഈവനിങ് കേട്ടോ. ഗോൾഡൻ അവർ ഒഫീഷ്യലി സ്റ്റാർട്ടഡ്. സോ സമയം ഇപ്പോൾ ഏകദേശം 5:30 ആവുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും നമ്മളപ്പോൾ എന്തായാലും. അപ്പം ഇതേപോലെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള വ്യൂ. നമ്മളിപ്പോൾ പ്രോപ്പർ ഗ്രാമത്തിൽ കൂടെ പോണത്. പക്ഷേ പ്രോപ്പർ ഗ്രാമം മീൻസ് പ്രോപ്പർ ഗ്രാമം. ഇപ്പം ചെറിയൊരു അങ്ങാടി ഇവിടെ കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് ഈ റൈറ്റ് ഡീവിയേഷനാണ് എടുക്കാനുള്ളത്. ഓ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ നോക്കിക്കേ, നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു വാള് പണിത് വെച്ച പോലെ അങ്ങനെ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഷുവറാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു റിയൽ എന്താ പറയുക, ഒരു മജസ്റ്റിക് വ്യൂ അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്. You have to be here. Nice. Wow, man, I have to stop here. Worth coming, man. I thought like it will be like a normal place, but this is something magical. I don't know, but I've been to many places around Bangalore, similar spots, but I don't know why this feels special. അവിടെ കാണുന്നില്ല, അതാണ് കേട്ടോ നമ്മുടെ ടെമ്പിൾ. അവിടെ കാണുന്നുണ്ട് വൈറ്റ് സ്ട്രക്ചർ, അതാണ് നമ്മളെ ടെമ്പിൾ. ചുറ്റും മലകൾ, beautiful weather, beautiful landscape, and pretty beautiful bike here, man. This is life. Oh, I'm being poetic now. Cut the shit. ആരെ കാണുന്നില്ലല്ലോ, എന്താണ് അവസ്ഥ? കായ്വര താത്തയ്യ ടെമ്പിൾ കേട്ടോ. നീ ഇവിടുത്തെ എങ്ങനെയാണ് എവിടത്തേക്കാണ് എൻട്രി ഉള്ളത്, നമ്മൾ എവിടെ വരെ പോകാൻ പറ്റും അതൊന്നും അറിയത്തില്ല. സോ നമുക്കൊന്ന് ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കുറച്ച് നേരം. ഭയങ്കര എന്തോ ഒരു ഭയങ്കര കാം ആൻഡ് സോ സ്പിരിച്വൽ ഫീൽ വരുന്നു ഭയങ്കരമായിട്ട് ഈ ഏരിയയിൽ. അറിയത്തില്ല, ആയിരുന്നു അത് മോസ്റ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തോന്നുന്നില്ല ഇത്. ഇറ്റ്സ് എ ടെമ്പിൾ വിത്ത് ബ്യൂട്ടിഫുൾ സറൗണ്ടിങ്. It was so magical. I don't know why. So let's stop the lecture now. I am flaunting too much, but it is really so good to be here now. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കൈവരത്തത്തെ എന്ന് പറഞ്ഞ ഒരു യോഗി, ഒരു നാരായണ യതീന്ദ്ര എന്ന പേരുള്ള ഒരു യോഗിയുടെ ഒരു ബർത്ത് പ്ലേസ് ആണ് ഈ കൈവര പറയുന്നത്. ഇറ്റ്സ് മോർ ലൈക്ക് ആൻ ആശ്രം. നമുക്ക് അവിടെയാണ് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല, അത് നടയൊക്കെ അടച്ചു. നമുക്കിനി കുറച്ച് നേരം ഇവിടെ ചുറ്റി നല്ലൊരു ഓസം സൺസെറ്റ് കാണാം ഷുവർ. കാരണം വെച്ചാൽ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കാണുന്നില്ലേ. അതിൻ്റെ ഇടയ്ക്കത് അവിടെ ഒരു സൺസെറ്റ്, നമുക്ക് സൺസെറ്റ് ആവാറായി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ സൺസെറ്റ് ആവും.
മുമ്പിലായിട്ട് തന്നെ വേറെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അപ്പം അവിടെ സമയത്തായത് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ഭയങ്കര ഒരു പീസ്ഫുള്ളാട്ടോ ഇവിടെ. കാംനെസ്, ഒരു സെറീൻ, ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു എനർജി, ഒരു പോസിറ്റീവ് വൈബുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ ഈ താഴേക്കൊന്ന് കറങ്ങി നമ്മൾ നേരത്തെ വന്ന സ്പോട്ടിൽ നല്ലൊരു സൺസെറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം. ഇന്നത്തെ വീഡിയോ. ഇപ്പം സൺസെറ്റ് കഴിഞ്ഞു, അടിപൊളി സൺസെറ്റ് ആയിരുന്നു. പക്ഷേ അപ്പോഴേക്കും നിറയെ മേഘങ്ങളൊക്കെ വന്ന് കുറച്ചൊന്ന് മൂടിപ്പോയി. ബട്ട് ദിസ് പ്ലേസ് ഈസ് റിയലി ഗുഡ്. ഐ ഡോണ്ട് നോ, ബട്ട് ഡെഫിനറ്റ്ലി ദർ ഈസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് പ്ലേസ്. ഇറ്റ്സ് സോ സൂതിങ്. ആ വേർഡ് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തു, ബട്ട് ദാറ്റ് ഇസ് എ കറക്റ്റ് വേർഡ് ഐ ഗസ്. അപ്പം വീഡിയോ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് മോശമാണെങ്കിൽ നല്ലതാണ് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.